പ്രിയ കുട്ടികളെ, നമ്മളപ്പോൾ ഇന്ന് ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന് വേണ്ടുന്ന സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്, കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി? എപ്പോഴാണ് ഒരു എസ്റ്റിമേറ്റ് കൺസിസ്റ്റൻ്റ് ആവുക? അപ്പോൾ നമ്മളുടെ കയ്യിലൊരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, TN. ഈ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിൻ്റെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റ് ആവണമെങ്കിൽ ഈ TNൻ്റെ വില തീറ്റയിലേക്ക് വരണം. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, എന്നിൻ്റെ വില ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ TNൻ്റെ വില തീറ്റയിലേക്ക് വരണം. TN കൺവെർജസ് ടു തീറ്റ ഇൻ പ്രോബബിലിറ്റി. ഈ സ്റ്റാൻഡ്സ് ഫോർ പ്രോബബിലിറ്റി കേട്ടോ. പ്രോബബിലിറ്റി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വരണം. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക് TN ഉണ്ട്, ഒരു പാരാമീറ്റർ തീറ്റയുണ്ട്. ഈ TN എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് തീറ്റയുടെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റ് ആകുന്നത് എപ്പോഴാണ്? വെൻ TN converges to theta in probability as n tends to infinity. When TN converges to theta in probability as n tends to infinity എന്ന് പറയണം. അപ്പോൾ എന്നിൻ്റെ വില ഇൻഫിനിറ്റി ആകുമ്പോൾ TNൻ്റെ വില തീറ്റയായിട്ട് മാറണം. അപ്പോൾ നമ്മൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക് തന്നു, അത് തന്നിരിക്കുന്ന പാരാമീറ്ററിൻ്റെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ, പ്രോബ്ലം വൈസ് ആവശ്യപ്പെടുമ്പോൾ ഇതിങ്ങനെ കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് ചുമ്മാ നോക്കി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് തെളിയിക്കുന്നതിന് നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ടോ എന്നാണ് നോക്കുക. അപ്പോൾ ഇത് രണ്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എന്നാണ് പറയുക. കാരണം ഈ രണ്ട് കണ്ടീഷൻസും ഉണ്ടെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. സോ ദ ടു സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഫോർ എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് എക്സ്പെക്റ്റേഷൻ കാണുക, രണ്ടാമതായിട്ട് അതിൻ്റെ വേരിയൻസ് കാണുക. എന്ന് പറയുമ്പോൾ TN ആണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് TN കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഈക്വൽ ടു തീറ്റ പാരാമീറ്ററിൻ്റെ വില കിട്ടണം, ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് TN ടെൻസ് ടു തീറ്റ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ്. സിമിലർലി വേരിയൻസ് ഓഫ് TN കാണുമ്പോൾ ദിസ് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചാൽ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എന്നാണ് പറയുക. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് ഒരു കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റ് ആണ് എന്ന് പറയാൻ പറ്റും. സോ ദ കണ്ടീഷൻസ് വിച്ച് വി വിൽ യൂസ് ടു പ്രൂവ് ദ ഗിവൺ സ്റ്റാറ്റിസ്റ്റിക് ഇസ് കൺസിസ്റ്റൻറ്റ് ഏതൊക്കെയാണ്? അതിൻ്റെ എക്സ്പെക്റ്റേഷനും വേരിയൻസും കണ്ടുപിടിക്കുക. എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഈക്വൽ ടു ദ പാരാമീറ്റർ, ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടണം. അതല്ലെങ്കിൽ ടെൻസ് ടു തീറ്റ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടണം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് TN ഈക്വൽ ടു തീറ്റ ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് TN ടെൻസ് ടു തീറ്റ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ്ലി വേരിയൻസ് ഓഫ് TN ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടണം. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? when TN converges to theta in probability as n tends to infinity. ഒരു പ്രോബ്ലം വൈസ് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഈ കണ്ടീഷൻസിന് പറയുന്നത് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എന്നാണ്. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. സോ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ സാമ്പിൾ മീൻ ടേക്കൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ ഇസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. നമുക്കറിയാം സാമ്പിൾ മീൻ എന്ന് പറയുന്നത് x ആണ് അല്ലേ? പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് മ്യൂയുടെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റ് ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമ്മൾ ഈ സാമ്പിൾസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നോർമൽ പോപ്പുലേഷനിൽ നിന്നാണ്. സോ ലെറ്റ് x1 x2 എക്സെട്ര xn n സൈസുള്ള ഒരു സാമ്പിൾ നമ്മൾ നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുകയെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്കറിയാവുന്ന കാര്യം, നോർമൽ പോപ്പുലേഷൻ എടുത്താൽ അതിൻ്റെ മീൻ മ്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ് നോർമൽ പോപ്പുലേഷൻ്റെ, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയുമാണ്. എഗെയിൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയാണെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആയിരിക്കുമല്ലോ. സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേരിയൻസ്. അപ്പോൾ
വീണ്ടും നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, n സൈസുള്ള ഒരു സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ എക്സ് ബാർ, നമ്മളുടെ സാമ്പിൾ മീൻ ഉണ്ടല്ലോ എക്സ് ബാർ, അതെങ്ങനെയാണ് കാണുക? സം ഓഫ് ദ ഐറ്റംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ് അല്ലേ. അപ്പോൾ സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n എക്സ് ഐ ബൈ n ആയിരിക്കും എക്സ് ബാർ. ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണം, അതുകൊണ്ട് എഴുതിയതാണ്. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? എക്സ് ബാർ മ്യൂയുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ 2 കണ്ടീഷൻസ്, സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുക. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. 2 കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും കൺസിസ്റ്റന്റ് ആണെന്ന് തെളിയിക്കാൻ. എന്തൊക്കെയാണ്? ഒന്നാമത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എടുക്കുമ്പോൾ നമുക്ക് മ്യൂ എന്ന് കിട്ടണം. എക്സ് ബാർ മ്യൂയുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എടുക്കുമ്പോൾ മ്യൂ എന്ന് കിട്ടണം. അതല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ടെൻസ് ടു മ്യൂ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അങ്ങനെ കിട്ടണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം തെളിയിക്കാൻ പറ്റണം. ഓൾസോ ഇതാണ് ഒന്നാമതായിട്ട് തെളിയിക്കേണ്ടത് നമ്മൾ. ഓൾസോ വേരിയൻസ് ഓഫ് എക്സ് ബാർ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് എക്സ് ബാർ എന്താണെന്ന് അറിയാം അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാറിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് ബാർ അഥവാ സാമ്പിൾ മീൻ സം ഓഫ് ദ ഐറ്റംസ് ബൈ ടോട്ടൽ നമ്പർ ആണെന്ന് അറിയാം. സോ അത് റീപ്ലേസ് ചെയ്യുകയാണ്. സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n എക്സ് ഐ ബൈ n. എക്സ് ബാറിന് പകരം ആ ഫോമിൽ എഴുതി കൊടുത്തു. എഗെയിൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് എന്താണ്? എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ബൈ n എന്ന് പറയുമ്പോൾ 1/n എന്ന് പറയാം അല്ലേ. ഇതിനെ നമുക്ക് വേണം ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. എക്സ്പെക്റ്റേഷൻ ഓഫ് 1/n ഇൻറ്റു സിഗ്മ എക്സ് ഐ എന്ന് എഴുതാം. വേരിയേഷൻസ് ഞാൻ എഴുതുന്നില്ല കേട്ടോ, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 1/n ആണ്. ഈ 1/n ഔട്ട്സൈഡ് എടുത്താൽ 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് സിഗ്മ എക്സ് ഐ എന്നാണ് വരിക. എഗെയിൻ നമുക്കറിയാവുന്ന കാര്യമാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ ഈ സിഗ്മ സമ്മേഷൻ നൊട്ടേഷനെ നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് സിഗ്മ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം. സോ ഈ സമ്മേഷൻ നൊട്ടേഷനെ ഞാൻ പുറത്തെടുക്കുവാണ്. 1/n ഇൻറ്റു സിഗ്മ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ. ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? മീനാണ്. നമുക്കറിയുന്ന കാര്യമാണ്. മീൻ മ്യൂ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ആണ്. അതാണ് മ്യൂ എന്ന് തന്നിരിക്കുക. സോ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐക്ക് പകരം നമുക്ക് മ്യൂ എന്ന് റീപ്ലേസ് ചെയ്യാം. സോ വി ഗെറ്റ് 1/n ഇൻറ്റു സിഗ്മ മ്യൂ. എഗെയിൻ ഞാൻ ഈ വേരിയേഷൻ എഴുതുവാണ്. ഐ വേരീസ് ഫ്രം 1 to n. ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ n ടൈംസ് മ്യൂ ആഡ് ചെയ്യുവാണ് എന്നാണ് അർത്ഥം. സോ വി ഗെറ്റ് 1/n ഇൻറ്റു മ്യൂ പ്ലസ് എക്സെട്ര പ്ലസ് മ്യൂ n ടൈംസ് അല്ലേ. എത്ര ടൈംസ് ആണ് ആഡ് ചെയ്യേണ്ടത്? n ടൈംസ്. സോ വി ഗെറ്റ് 1/n ഇൻറ്റു n മ്യൂ. ഈ n ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എല്ലാം n ക്യാൻസൽ ചെയ്യാം. ആൻഡ് ദെൻ വി ഗെറ്റ് മ്യൂ. സോ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ. എന്താണ് കിട്ടിയത്? മ്യൂ. സോ വി ക്യാൻ റൈറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ. നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് നോക്കിയേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ ഓർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ടെൻസ് ടു മ്യൂ. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ആവശ്യമില്ല. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ കിട്ടിക്കഴിഞ്ഞു. സോ ദ ഫസ്റ്റ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. കൺസിസ്റ്റൻസിക്ക് വേണ്ടുന്ന ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എഗെയിൻ വി ഹാവ് ടു ചെക്ക് വേരിയൻസ് ഓഫ് എക്സ് ബാർ ടെൻസ് ടു 0 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ലെറ്റ് us start. വേരിയൻസ് ഓഫ് എക്സ് ബാർ. എഗെയിൻ എക്സ് ബാർ എന്താണ്? സിഗ്മ എക്സ് ഐ ബൈ n ആണ്. So we can write as variance of sigma I varying from 1 to n xi by n.
അത് ന്യൂമറേറ്ററിൽ എഴുതാം. 1/n കോൺസ്റ്റൻ്റ് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n xi ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയതാണ്. നമ്മളിവിടെ ഇങ്ങനെ ആക്കിയതുപോലെ അല്ല, ഇങ്ങനെയാണ് വരിക. എഗെയിൻ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് കാണുമ്പോൾ എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതുന്നത് പോലെ വേരിയൻസ് ഓഫ് എ എക്സ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? വേരിയൻസ് ഓഫ് എ എക്സ്. വേരിയൻസിൻ്റെ ഉള്ളിലാണ് കോൺസ്റ്റൻറ്റ് വരുന്നതെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ ആകും. എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് വരിക. സോ ഇവിടെ വേരിയൻസ് ഓഫ് എ ബൈ ബി ആണെങ്കിലോ എ ബൈ ബി ഓഫ് എക്സ് ആണെങ്കിലോ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് വരിക. ഇവിടുത്തെ കണ്ടീഷൻ ഇതുപോലെയാണ് അല്ലേ. വേരിയൻസ് ഓഫ് 1/n എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ 1 സ്ക്വയർ ബൈ n സ്ക്വയർ അല്ലേ. വേരിയൻസിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് വരുമ്പോൾ അത് സ്ക്വയർ ആവുന്നു. 1 സ്ക്വയർ ബൈ n സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n xi എന്ന് ഇതിനെ റീറൈറ്റ് ചെയ്യാം. നൗ ഇതുകൊണ്ട് ഈ കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ നൗ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണെന്നറിയാം. സോ 1/n സ്ക്വയർ ഇൻറ്റു എഗെയിൻ നമ്മളുടെ വേരിയൻസ് ഓഫ് സിഗ്മ എക്സ് എക്സ്പെക്റ്റേഷനിൽ കണ്ടതുപോലെ സമ്മേഷൻ നൊട്ടേഷൻ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ സിഗ്മ ഇൻറ്റു വി ഓഫ് എക്സ് ആക്കാം. ഈ സമ്മേഷൻ നൊട്ടേഷൻ പുറത്തേക്ക് എടുക്കുവാണ്. സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n വേരിയൻസ് ഓഫ് xi. നൗ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ നോർമൽ പോപ്പുലേഷനിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ എഴുതി വെച്ചതായിരുന്നു അല്ലേ. വേരിയൻസ് ഓഫ് xi എന്തായിരുന്നു? സിഗ്മ സ്ക്വയർ. നോർമൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. സോ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വേരിയൻസ് ഓഫ് xiക്ക് പകരം സിഗ്മ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ 1/n സ്ക്വയർ സിഗ്മ ഐ വേരിയിങ് ഫ്രം 1 to n സിഗ്മ സ്ക്വയർ എന്ന് വരും. എഗെയിൻ 1/n സ്ക്വയർ ഇൻറ്റു ഇത് n ടൈംസ് ആഡ് ചെയ്യുവാണ് അല്ലേ. സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ അങ്ങനെ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? n ടൈംസ് സിഗ്മ സ്ക്വയർ എന്നാണ് കിട്ടുക. ഒരു n ക്യാൻസൽ ആകും. n സ്ക്വയറിലുള്ള ഒരു n മുകളിലുള്ള n ക്യാൻസൽ ആകും. വി ഗെറ്റ് 1/n ഇൻറ്റു സിഗ്മ സ്ക്വയർ. സോ വേരിയൻസ് ഓഫ് xi കണ്ടുപിടിച്ചു. ടെൻസ് ടു 0 എന്നല്ല കിട്ടിയിരിക്കുന്നത്, ഈക്വൽ ടു 1/n സിഗ്മ സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്നിൻ്റെ വില ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. So variance of xi equal to 1/n sigma square എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുക. As n tends to infinity, എന്നിൻ്റെ വില ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ സംഭവിക്കുക? വേരിയൻസ് ഓഫ് xi tends to 1/infinity sigma square എന്നാകും. എന്നിൻ്റെ വില ഇൻഫിനിറ്റി ആകുന്നു. Again 1/infinity എന്താണ്? It is 0. So we get variance of xi tends to 0 into sigma square എന്ന് പറഞ്ഞാൽ 0 as n tends to infinity. സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ കണ്ടുപിടിച്ചു, മ്യൂ എന്ന് കിട്ടി. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. സെക്കൻഡ്ലി വേരിയൻസ് ഓഫ് xi tends to 0 as n tends to infinity എന്നും കിട്ടി. So both the conditions for consistency is satisfied. So we can say that the sample mean x bar is a consistent estimator of population mean. അപ്പോൾ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. എക്സ്പെക്റ്റേഷൻ എന്താവുന്നു, വേരിയൻസ് എന്താവുന്നു. We have proved it. That's all for today. Thank you.